പ്രിയപ്പെട്ട 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പാഠപുസ്തകം ഏറ്റവും പുതിയതാണ്. പുതിയ പാഠപുസ്തകമായതുകൊണ്ട് തന്നെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. 1ാമത്തെ പാഠത്തിൽ നമ്മൾ ആടും സിംഹവും തമ്മിലുള്ള സംഭാഷണം പഠിച്ചിരുന്നു. ആ ഒരു പാഠത്തിൽ നമ്മൾ അസദ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ വീടിനക്ക് ബൈത്തുൻ, കുളത്തിനക്ക് ബിർക്കത്തുൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ മറക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചുവന്ന നിറത്തിലുള്ള അക്ഷരം കണ്ടില്ലേ, അലിഫ്, ബ, അതുപോലെ തന്നെ ശേഷം വരുന്നതാ ബുൽബുൽ കണ്ടില്ലേ, ബാനക്ക് ഫത്തഹ്, കസർ, ലൊമ്മട്ടൊക്കെ പഠിക്കണം കേട്ടോ. അതുപോലെ ബുൽബുൽ എന്ന് പറഞ്ഞാൽ കുയിൽ, അതായത് ബുൽബുൽ പക്ഷി. റുമ്മാൻ അറിയില്ലോ, റുമ്മാൻ പഴം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ തുഫാഹ്, ഇതൊക്കെ പഠിക്കണം കേട്ടോ. ആ ചുവന്ന അക്ഷരം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ചുവന്ന നിറത്തിലുള്ള അക്ഷരം. അതുപോലെ തമ്ര് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഈത്തപ്പഴം. ഈത്തപ്പഴത്തിനക്ക് തമ്ര എന്ന് പറയും. ഈത്തപ്പഴം, കാരക്ക. അതിൽ താഴെ എന്നുള്ള അക്ഷരം പഠിക്കണം, മറക്കരുത്. ബബായ എന്ന് പറഞ്ഞാൽ പപ്പായ, മറക്കരുത്. അനാനാസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ, കൈതച്ചക്ക എന്നൊക്കെ പറയും. അതിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം, ചുവന്ന നിറത്തിലുള്ള അക്ഷരം, അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ കെൽബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നായ. ഹലീബുൻ എന്ന് പറഞ്ഞാൽ പാൽ. സമക്കുൻ എന്ന് പറഞ്ഞാൽ മീൻ. സൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഴിക്കുഞ്ഞിട്ട സൂസ്. അതിൽ സ്വാദ് എന്നുള്ള അക്ഷരം മറക്കരുത്. ഹമാമ എന്ന് പറഞ്ഞാൽ പ്രാവ്. ഖിത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ച. ദജാജത്ത് എന്ന് പറഞ്ഞാലോ പിടക്കോഴി. ദീക്ക് പൂവൻകോഴി കേട്ടോ. അതിൽ പിടക്കോഴിയും പൂവൻകോഴിയും, ഈ രണ്ടെണ്ണത്തിലും ദി എന്നുള്ളതായ അറബി അക്ഷരമുണ്ട് അല്ലേ. ദജാജ, ദീക്ക് മറക്കരുത്. ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശു. അതിൽ ഖാഫിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ബ എന്നല്ല, ബായും റായും അതൊന്നും ഫോക്കസ് ചെയ്യണില്ല. ബക്കറ. അതുപോലെ അടുത്തത് നോക്കിയാണെങ്കിൽ ബബുഗാ എന്ന് പറഞ്ഞാൽ തത്തയാണ് കേട്ടോ. ബ എന്നുള്ള അക്ഷരമാണ് അതിൽ പ്രത്യേകം പഠിക്കേണ്ടത്. കബിഷ് കേട്ടോ. കബിഷ് എന്ന് പറഞ്ഞാൽ ആട്. ബത്വ എന്ന് പറഞ്ഞാൽ താറാവ്. ബത്വത്ത് താറാവ്. തവളക്ക് ലഫ്ദ എന്ന് പറയും. തവളക്ക് ലഫ്ദ. ഇനി എണ്ണം. വാഹിദ്, ഇസ്നാനി, സലാസ. ഈ 3 എണ്ണമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വരിക. വാഹിദ്, ഇസ്നാനി, സലാസ. അടുത്തത് നോക്കൂ. ഉസ്രത്തി എന്നുള്ള പാഠഭാഗം ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബം. ഉസ്രത്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, എൻ്റെ കുടുംബം. അപ്പോൾ ഒരു കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവും? അപ്പോൾ ഞാനുണ്ടാവുമല്ലോ, എൻ്റെ കുടുംബത്തിൽ ഞാനുണ്ടാവുമല്ലോ. ഞാൻ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അന. കണ്ടോ, നടുത്ത വാക്ക് അന എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ഈ വലത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ, അബുൻ എന്ന് കാണാം. അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ വീട്ടിലുണ്ടാകും. അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ. ജ്യേഷ്ഠനാവട്ടെ അനിയനാവട്ടെ രണ്ടാൾക്കും എന്ത് പറയും? അഹുൻ എന്ന് പറയും. ഉഖ്തുൻ എന്ന് പറഞ്ഞാലോ സഹോദരി. നമ്മുടെ പെങ്ങന്മാർ, അനിയത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കാണ് ഉഖ്ത് എന്ന് പറയുക. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ഉമ്മ കേട്ടോ, മറക്കരുത്. ഈ ചിത്രം കണ്ട ഏകദേശം ഒരു ധാരണ കിട്ടും. ഏറ്റവും നടുവിലുള്ള ആളാണ് ഞാൻ. അവിടെ നമ്മുടെ പേര് ചെയ്ത. ഓക്കെ, നമ്മുടെ പേര് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന്. അത് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ എന്ന് പറഞ്ഞിട്ട് അന എന്നുള്ള വാക്ക് കള്ളിയിൽ കാണാം. ശേഷം ബാക്കിയുള്ളതെല്ലാം പൂരിപ്പിക്കാൻ വേണ്ടി അവർ പറയും. അപ്പോൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അടുത്തത് അറബി അക്ഷരങ്ങൾ കണ്ടോ. അടുത്തത് അറബി അക്ഷരങ്ങൾ. ആ ഇ ഉ, ബ ബി ബു, ത തി തു, റ റീ റു, ക കി കു, ഹ ഹി ഹു, സ സി സു, സ്വ സി സു, ക ഖി ഖു, ദ ദി ദു, ല ലി ലു. ഇതൊക്കെ ഫത്തഹും കസ്റും ലമ്മിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫത്തഹ്, കസ്റ, ലം ഇവ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ കാര്യമായിട്ട്. ഇത് മുഴുവനും നിർബന്ധമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, നല്ലോണം പഠിച്ച് മനസ്സിലാക്കണം. ഓക്കെ,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.